നമസ്കാരം. ഗുണമേന്മയുള്ള കൃഷി വിഭവങ്ങൾ തേടുന്ന കർഷകരുടെ വിശ്വസ്ത കേന്ദ്രമായ വലിയ തോവാളയിലെ ഹൈറേഞ്ച് അഗ്രിമാർട്ടിലാണ് ഞാനിന്ന് ഉള്ളത്. ഉൽപാദനശേഷി കൂടിയ വിവിധ ഇനം കുരുമുളക് തൈകൾ, സ്ഥലപരിമിതിയുള്ളവർക്കും വളർത്താൻ പറ്റിയ കുറ്റിക്കുരുമുളക്, വിവിധ ഇനം കാപ്പിത്തൈകൾ എന്നിവയെല്ലാം ഇവിടെ ലഭ്യമാണ്. ഇതുമാത്രമല്ല, വിപണിയിൽ ഏറെ ഡിമാൻഡുള്ള അവക്കാഡോ, റംബൂട്ടാൻ, മാങ്കോസ്റ്റിൻ തുടങ്ങിയ ഫ്രൂട്ട്സ് തൈകളും ജാതി തൈകളും മാവിൻ തൈകളും തുടങ്ങി വേറിട്ട നിരവധി ഇനങ്ങൾ ഇവിടെ കൃത്യമായ പരിചരണത്തോടെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. വിശ്വാസ്യതയും ഗുണമേന്മയും ഒന്നിക്കുന്ന ഹൈറേഞ്ച് അഗ്രിമാർട്ടിന്റെ വിശേഷങ്ങളിലേക്ക് പ്രിയപ്പെട്ടവർക്ക് സ്വാഗതം. ഷൈജേട്ടാ, നമസ്കാരം. നമസ്കാരം. നമ്മുടെ വലിയ തോവാളയിലേക്ക് വരുമ്പോൾ ഹൈറേഞ്ച് അഗ്രിമാർട്ടില് ഒരുപാട് തൈകൾ കാണുന്നുണ്ട്. ഏതൊക്കെയാണ് നമ്മുടെ വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങൾ? നമ്മളെ ഇപ്പോഴത്തെ ഈ സീസണിൽ ഏറ്റവും മെയിനായിട്ട് ചെയ്യുന്നത് കുരുമുളക്, കാപ്പി, ഇത് രണ്ടുമാണ് ഏറ്റവും മെയിനായിട്ട് ഇപ്പൊ ചെയ്യുന്നത്. കുറ്റിക്കുരുമുളക്, കുറ്റിക്കുരുമുളകുണ്ട്, മറ്റുള്ള കുരുമുളക്. അത് ഏതെല്ലാം ഇനങ്ങളാണ് ഉള്ളത് നമുക്ക്? നമ്മുടെ പന്നിയൂർ 1, പന്നിയൂർ 5, കരിമുണ്ട, 3 ഐറ്റം ആണ്. അതുപോലെ തന്നെ കാപ്പി ഉണ്ടല്ലേ? കാപ്പി നമ്മുടെ S274 ഉണ്ട്. അത് റോബസ്റ്റായുടെ ഹൈബ്രിഡ്. അത് പിന്നെ വരുന്നത് C/6, അത് റോബസ്റ്റായുടെ ക്രോസ്. അത് പിന്നെ വരുന്നത് ചന്ദ്രഗിരി അല്ലേ? അങ്ങനെ 3 ഐറ്റം കാപ്പിയാണ്. ഇതൊക്കെ മെയിനായിട്ട് നമ്മൾ ഏതെല്ലാം രീതിയിലുള്ള പരിപാലനങ്ങളാണ് ശരിക്കും വേണ്ടത്? ശരിക്കും നമുക്ക് ഇതിന് കുരുമുളകിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അടിസ്ഥാനമായിട്ട് കൊടുക്കേണ്ടത് ചാണകപ്പൊടി, എല്ലുപൊടി, വേപ്പും പിണ്ണാക്ക്, ഈ 3 എണ്ണമാണ് നമ്മൾ അടിസ്ഥാനമായിട്ട് കൊടുക്കേണ്ടത്. പിന്നെ രോഗങ്ങൾ കുരുമുളകിന് പൊതുവിൽ കൂടുതലുണ്ട്. അതിന് നമ്മൾ ഈ ക്ലോറിഫൈറിഫോസുള്ള അതുപോലുള്ള മരുന്നുകളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ വേരുപുഴുവിനെയൊക്കെ പ്രതിരോധിച്ച് നിർത്താൻ പറ്റും. അതൊക്കെയാണ് മെയിനായിട്ട്. ക്ലോറി കൊടുക്കുമ്പോൾ എത്ര ഡോസേജ് ഒക്കെ വരുന്നത്? ക്ലോറി കൊടുക്കുമ്പോഴത്തേക്കിനും 3 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ. 3 മില്ലി അല്ലേ? സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. 1 ലിറ്റർ വെള്ളത്തിൽ സ്പ്രേ അല്ല, ചോട്ടിൽ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അല്ലേ? അതുപോലെ തന്നെ ഇപ്പൊ കാപ്പിയുടെ ഇതൊക്കെ കാപ്പിക്ക് വലിയ മെയിൻ്റനൻസ് ഉള്ള ഒരു വിളയല്ല അല്ലേ? ഇപ്പൊ എത്ര വർഷം കൊണ്ട് ശരിക്കും ഇത് മെയിൻ ആയിട്ട് ഒരു സ്വാഭാവികമായിട്ട് ഇതാണ് ഈ ചന്ദ്രഗിരി എന്ന് പറയുന്നത്. ചന്ദ്രഗിരി ഇതാണല്ലേ? ഇത് ശരിക്കും 2ാം വർഷം കായ്ക്കും. ഇത് 2ാം വർഷം കായ്ക്കും. 2 വർഷം മതി ഇത് കായ്ക്കാൻ. അതിന് എന്തെല്ലാം മരുന്നുകൾ എന്തെങ്കിലും കൊടുക്കണോ? അതോ വലിയ രോഗങ്ങളോ കീടങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും ഉള്ള ഒരു ഇതല്ല. കാപ്പിക്ക് അങ്ങനെ വലിയ പ്രശ്നങ്ങളില്ല. ഇത് ബ്രൂൺ ഒന്നും ചെയ്യേണ്ടത്. ഇത് ഓട്ടോമാറ്റിക് ഒരു കൂടിപ്പോ 4 അടി ഹൈറ്റ്, അതിൽ കൂടുതലൊന്നും വരത്തില്ല. ചന്ദ്രഗിരി നമുക്ക് നിരത്ത് നിന്നുകൊണ്ട് തന്നെ അതിന്റെ ആദായം എടുക്കാൻ പറ്റുന്നതാണല്ലേ? ഇപ്പൊ നമ്മുടെ സാധാരണ രീതിയിൽ ഹൈറേഞ്ചിന്റെ തണുപ്പുള്ള കാലാവസ്ഥയ്ക്കൊക്കെ പറ്റുന്ന ഒരു ഇനങ്ങൾ തന്നെയാണ്. ഹൈറേഞ്ചിലെ എല്ലാ ഹൈറേഞ്ച് അല്ല, ഇത് ശരിക്കും കേരളത്തിലെ എല്ലാ ക്ലൈമറ്റിലും പറ്റുന്നതാണ്. ചന്ദ്രഗിരി C/6 ഇത് രണ്ടും കേരളത്തിലെ എല്ലാ ക്ലൈമറ്റിലും പറ്റുന്നതാണല്ലേ? ഇപ്പൊ നമുക്കിപ്പോ ഈ ഫാമിലെ ഇപ്പൊ നമ്മളിപ്പോ ഓർഡർ ഒക്കെ ആവശ്യപ്പെട്ട് വന്നിട്ടുണ്ടെങ്കിൽ എത്തിച്ചു കൊടുക്കാനുള്ള മാർഗമൊക്കെ ഉണ്ടോ? എത്തിച്ചു കൊടുക്കാൻ മാർഗമുണ്ട്. നമ്മൾ അതിന് ചെറിയൊരു ട്രാൻസ്പോർട്ടിംഗ് ചാർജ് ഈടാക്കിക്കൊണ്ട് നമ്മൾ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. ഇതേതാ കയ്യിലിരിക്കുന്നത്? ഇത് പന്നിയൂർ 5 എന്ന് പറയുന്നത്. പന്നിയൂർ 5 അല്ലേ? ഇതിന്റെ ശരിക്കും എന്താ പ്രത്യേകതകൾ മറ്റുള്ള ഇനം വെച്ച് നോക്കുമ്പോൾ? ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു 30 അടി 40 അടി ഹൈറ്റേ പോകുന്നൊരു കൊടിയായത്. എന്നുവെച്ചാൽ നമുക്ക് മുരിക്ക് അതുപോലുള്ള ചെറിയ മരങ്ങളെല്ലാം താങ്ങാനായിട്ട് ഉള്ളതിൽ ഇടാൻ പറ്റത്തില്ല. 30 അടി 40 അടി ഹൈറ്റ് പോകുന്ന മരങ്ങളെ മാത്രമേ നമുക്കിത്, അതുകൊണ്ട് നമുക്ക് അതിന്റെ ശരിക്കുള്ള ഒരു ആദായം കിട്ടത്തുള്ളൂ അല്ലേ? കാരണം വെച്ചാൽ നമ്മൾ ഇത് കൂടുതലായിട്ടും ആൾക്കാർ ചെയ്യുന്നത് ഏലത്തിനകത്താണ്. ഏലത്തിനകത്തെന്ന് പറയുമ്പോഴത്തേനും ഒരു 15 അടി ഹൈറ്റ് വരെ ഏലത്തിന്റെ ഷെയ്ഡ് വരും. അതിന് മുകളിലേക്ക് നമുക്ക് ഇതിന്റെ ഒരു ആദായം വരുന്നു. അപ്പോൾ ഒരു 30 അടി 40 അടി ഹൈറ്റിൽ പോകുന്ന കൊടി എന്ന് പറയുമ്പോഴത്തേന് ഏലത്തിന്റെ 15 അടിയും കഴിഞ്ഞിട്ട് പോയിട്ട് ഒരു 25 അടി നമുക്ക് ഇതിന് ആദായം കിട്ടും. സാധാരണ ഇപ്പൊ നമ്മൾ ഹൈറേഞ്ചില്, അതായത് മുൻകാലങ്ങളിലെല്ലാം കൂടുതലും നമുക്ക് ഉണ്ടായിരുന്നത് കുരുമുളകായിരുന്നു. ഇപ്പൊ നിലവിൽ ഇപ്പൊ ഏലം വന്നതോടുകൂടി കുരുമുളക് ഒരു നാശത്തിലേക്ക് വന്നേക്കും. അപ്പൊ ഈ ഏലത്തിന്റെ ഹൈറ്റ് കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള ഭാഗത്തേക്ക് ഇത് ശരിക്കും പറഞ്ഞാൽ പിടിക്കുന്നുള്ളൂ, കയറി പോവാൻ ആദായം ഉള്ളൂ. അപ്പൊ അത് വെച്ച് നോക്കുമ്പോ ഇതാണ് ഏറ്റവും, ഞങ്ങൾക്ക് ഇവിടെ ഒരു വർഷം ഒരു 1-2 ലക്ഷം കവർ ഈ ഒരു ഇനം മാത്രം വിറ്റ് പോകുന്നുണ്ടല്ലേ? കാരണം ഏലകൃഷിക്കാർ മുഴുവനും ഏലത്തിനകത്ത് ഇതാ ചെയ്യണത്. ഇതാണ് നമ്മളെ പന്നിയൂർ 5 എന്ന് പറഞ്ഞത്. പന്നിയൂർ 5 അല്ലേ? പന്നിയൂർ 5 നമ്മള് ആദ്യം കണ്ടത് ഇതാണ്. ഇതാണ് ഇതിന്റെ രണ്ടിന്റെയും കൂടെ കളർ തങ്ങളിലൊന്ന് നോക്കൂ. വ്യത്യാസങ്ങളുണ്ടല്ലേ? അതിന്റെ വ്യത്യാസങ്ങളുണ്ടല്ലേ? ഇത് പന്നിയൂർ 1, ഇത് പന്നിയൂർ 1, ഇത് പന്നിയൂർ 5. അതിന്റെ കളറിന്റെ വ്യത്യാസമുണ്ട്, ഇലയുടെ വ്യത്യാസമുണ്ട്. ശരി, ഇതിന് കുറച്ചും കൂടെ റൗണ്ട് ആയിട്ട് വരും.
അതാണ് ഇതിൻ്റെ വ്യത്യാസം. ഈ പന്നിയൂർ വണ്ണിൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് ശരിക്കും ഒന്നിനാടൻ വർഷങ്ങളുടെ അത് കായ്ക്കുള്ളൂ. ഓ അങ്ങനെയുണ്ടല്ലേ. പന്നിയൂർ വണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഒന്നിനാടൻ വർഷങ്ങളുടെ കായ്ക്കുള്ളൂ. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കായ്ക്കുന്ന ഒരു വർഷം നന്നായിട്ട് കായ്ക്കും. പക്ഷെ നമ്മൾ അതിന് പിറ്റേ വർഷം അതേ രീതിക്ക് കായ്ക്കാനുള്ള വളം ഇതിൻ്റെ ചുവട്ട് നമ്മൾ ചെയ്യുന്നില്ല. കാരണം അതുപോലെയാണ് കായ്ക്കുന്നത് പന്നിയൂർ വണ്ണ്. അപ്പം ആ പിറ്റേ വർഷം അതുപോലെ കായ്ക്കണമെങ്കിൽ അതിനനുസരിച്ച് അതിന് വേണ്ടതായ മൂലകങ്ങൾ അതിൻ്റെ ചുവട്ട് ചെല്ലണം. പക്ഷെ നമ്മുടെ സാധാരണ നോർമലി ഒരു കർഷകരും അത് ചെയ്യാറില്ല. അതുകൊണ്ടാണ് പിറ്റേ വർഷം കായ്ക്കാതെ വരുന്നത്. സാധാരണ ഇപ്പൊ തിരിയിൽ നിറയെ മണികളുണ്ടോ? ഇതിന് നിറച്ചു മണിയാണ്. നീളത്തിന് നല്ല നീളമാണ്. അതായത് 9 ഇഞ്ച് 10 ഇഞ്ച് നീളം ഒരു ചാരട്ടിന് വരും. അത്രയും അതിനൊക്കെതായ ഒരു വളം നമ്മൾ ചെയ്യാത്തത് കൊണ്ടാണ് പിറ്റേ വർഷം കുറയുന്നത്. ശരിക്കും അതാണ് അതിന്റെ കാരണം. അതാണ്. പക്ഷെ എല്ലാവരും പറയുമ്പം പന്നിയൂർ വണ്ണം എന്ന് പറഞ്ഞാൽ ഒന്നിനാടനെ കായ്ക്കുള്ളൂ. ആ ഒരു ധാരണയിലേക്ക് ആ ഒരു ധാരണയാണ്. പക്ഷെ ഈ രീതിയിലുള്ള നല്ലതായിരുന്നു ശരിക്കും. ഇപ്പം സാധാരണ ഇതുള്ള കർഷകർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അത്. ഇതാണ് നമ്മുടെ കയ്യിലുള്ള കമുകിന്റെ തയ്യ്. ഏതിനോ അത്? ഇത് മോഹിത് നഗർ അല്ലേ? മോഹിത് നഗർ എന്നൊരു വെറൈറ്റി ആയിട്ട്. ഇത് ഇതിന്റെ പാക്കിന്റെ പ്രത്യേകം ഞാൻ റൗണ്ട് ആണ് ഇതിന്റെ പാക്ക്. ഓ അതെ അല്ലേ. അടയ്ക്ക റൗണ്ട് ആയിട്ടാണ്. വലിപ്പമുണ്ടോ? നല്ല വലിപ്പമാണ്. നല്ല വലിപ്പമാണ്. ഈ വെറൈറ്റി ശരിക്കും ഇവിടെയൊന്നും കാണുന്നില്ലാത്ത തോന്നുന്നു അല്ലേ? അതുണ്ടോ? നമ്മുടെ ഹെയർ റേഞ്ചിലൊക്കെ അത്യാവശ്യമായി ആയിട്ടുണ്ടല്ലേ. നല്ല ഹൈറ്റ് വെക്കും ഇതിന്? ഇത് ഹൈറ്റ് വെക്കുന്നതാണ് അല്ലേ? 3-ാം വർഷം കായ്ക്കുകയും ചെയ്യും. പിന്നെ നമ്മുടെ ഇതിൽ വേറെ എന്നുള്ളത് ഇൻഡർസി മംഗള എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ്. ഇൻഡർസി മംഗള അത് ഇരിക്കുന്നതാണ്. ഈ കാണുന്നത് അല്ലേ? ഇൻഡർസി മംഗള അല്ലേ? ഇത് എത്രാം വർഷം കായ്ക്കും? ഇത് 3-ാം വർഷമാണ് കായ്ക്കുന്നത്. 3-ാം വർഷം കായ്ക്കണേ അല്ലേ? 3-ാം വർഷം ഇത് കായ്ക്കുന്നത്. പക്ഷെ ഇത് ഹൈറ്റ് അധികം വെക്കത്തില്ല. അതിന് മുമ്പേ കായ്ക്കുകയും ചെയ്യും അല്ലേ? നമ്മള് സാധനം നോർമലി ആൾക്കാർ പറയുമ്പോൾ 2-ാം വർഷം കായ്ക്കും എന്ന് പറയും. പക്ഷെ ശരിക്കും അത്ര ക്ലിയർ ആയിട്ടുള്ള ക്ലൈമറ്റ് ഒക്കെ കിട്ടിയെങ്കിൽ മാത്രമേ 2-ാം വർഷം കായ്ക്കത്തുള്ളൂ. 3 വർഷം ശരിക്കും വേണം ഇത് കായ്ക്കാൻ. ഇങ്ങോട്ട് വരുമ്പോ നമുക്കിത് കുറ്റിക്കുരുമുളകാണ് ഇരിക്കുന്നത്. കുറ്റിക്കുരുമുളകാണല്ലേ? ഇതാണ് നമ്മുടെ ഉള്ള കുറ്റിക്കുരുമുളക് അല്ലേ? ഇത് ഈ പ്രായത്തിൽ തന്നെ ഇത് കായാവുന്നുണ്ട് അല്ലേ? ഇതിപ്പോ വേണമെങ്കിൽ നമുക്കൊരു ചട്ടിയിലേക്കൊക്കെ മാറ്റാം അല്ലേ? അല്ല, ഇത് നമ്മളിപ്പോ ഇത് മാറ്റിക്കൊണ്ടിരിക്കുക. ഇതുണ്ട്, ഇത് നമ്മളിങ്ങനെ കവർ മാറിയിട്ട് ഇതെല്ലാം കുറ്റിക്കുരുമുളക് അല്ലേ? ഈ കവർ മാറിയിട്ട് നമ്മളിത് വലിയ കവറിലേക്ക് ഇതുപോലെ മാറ്റിക്കൊണ്ടിരിക്കുകയാണല്ലേ? ഇത്ര ചെറുതിലെ തന്നെ ഇതുണ്ടോ? നന്നായിട്ട് പോയിട്ടുള്ളത്. ഇത് എവിടെയൊക്കെ നല്ല തിരിയുള്ളത് ഇരിപ്പുണ്ടല്ലോ. നന്നായിട്ട് നല്ല തിരികളുള്ള ഇതല്ലേ? ഇവിടെ തന്നെ കാണിക്കാനുണ്ട് തിരികളുള്ള. ഇത് 2 ഇനമാണ് നമ്മുടെ ഉള്ളത്. അതേതൊക്കെയാ? കരിമുണ്ട, ഒന്ന് കൊറ്റനാടൻ അല്ലേ? ഇതാണ് കൊറ്റനാടൻ എന്ന് പറയുന്നത്. ഇതിന്റെ ഇല കണ്ടോ? വലിയ ഇലയാണല്ലേ? വലിപ്പം കൂടിയ ഇല. ബാക്കി കാണുന്നതെല്ലാം ഇതൊക്കെയാണ് കരിമുണ്ട എന്ന് പറയുന്നത്. കരിമുണ്ട അല്ലേ? ഇതിന്റെ ഇല കണ്ടോ? കരിമുണ്ട. എപ്പോഴും ശരിക്കും പറഞ്ഞ ഇതിന്റെ ഉള്ളിൽ എന്നും കായാണ്. വീട്ടാവശ്യത്തിനൊക്കെ വേണ്ടിട്ട് നമുക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാം. സ്ത്രീകൾക്ക് ഒരു കുടുംബത്തിലോരെങ്കിലും വേണം അല്ലേ? ശരിക്കും ഒരു 4 ചെടി ഉണ്ടെങ്കിൽ എന്നും വീട്ടിൽ ആവശ്യത്തിന് മുളകുണ്ട്. അതുപോലെ എന്താ ഏലമാണോ? അത് ഏലമാണ്. അത് ഇങ്ങനെ ഞെള്ളാനിയാണ് അല്ലേ? ഇതെങ്ങനെ ഇങ്ങനെ നമ്മള് അരിയിട്ട് കളിപ്പിക്കുന്നതാണ്. അപ്പൊ ഇതിനും അത്യാവശ്യം ആൾക്കാരുണ്ടല്ലേ? ഉണ്ടോ? നല്ല എൻക്വയറി ഉണ്ട്. സാധാരണ രീതിയിൽ നമ്മൾ ഹൈ റേഞ്ചിലേക്ക് മറ്റേ ചിമ്പ് കൊണ്ടുപോയി വലിയ ചിമ്പ് എടുത്തല്ലേ? പക്ഷേ ഇത് നമ്മൾ അരിയിട്ട് കളിപ്പിച്ചിട്ട് കഴിഞ്ഞാൽ ഇത് ആൾക്കാർക്ക് അകലെ നിന്ന് വരുന്ന ആൾക്കാർക്ക് ഇത് കൊണ്ടുപോകാനായിട്ട് എളുപ്പമുണ്ട്. രണ്ടാമത് മറ്റേത് നമ്മൾ ഈ ചിമ്പ് കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് വാടിപ്പോവും. കാരണം ഇവർ കൊണ്ടുപോയി ദൂരെയൊക്കെ ആണെങ്കിൽ 1-2 ദിവസം കഴിഞ്ഞൊക്കെ ഇത് കൊണ്ട് നടുമ്പോഴത്തേക്കിനും അതിൻ്റെ അകത്തെ വെള്ളം എല്ലാം പോയിട്ട് അത് വാടിപ്പോകും. അതുകൊണ്ട് നമ്മൾ ഇതാകുമ്പോഴത്തേനും കുറച്ച് വെള്ളം ഒഴിച്ചു വെച്ച് കഴിഞ്ഞാൽ ഈ മറ്റുള്ള ജില്ലയിലേക്കുള്ള ആൾക്കാർക്കും ശരിക്കും പറഞ്ഞ ഏലം നടണമെന്ന് ആഗ്രഹമുണ്ട്. നമുക്ക് ഒരുപാട് ഓർഡറുകൾ അതുപോലെ വരുന്നുണ്ട്. ഒരുപാട് വെളിയിൽ ആൾക്കാരാണ് കൂടുതലും കൊണ്ടുപോകുന്നത്. ഇത് വെറൈറ്റി ആയിട്ടോ. ഇത് കലാത്തിയ ലൂട്ടിയ എന്ന് പറയുന്ന ഒരു ചെടിയാണ്. കലാത്തിയ ലൂട്ടിയ. ഇത് ഇപ്പോഴത്തെ പുതിയൊരു ട്രെൻഡാണ്. ഇത് ആൾക്കാർ നല്ല പെരപണിയുന്നവരെല്ലാം വീടിന്റെ ഫ്രണ്ടിൽ ഒരു 3-4 എണ്ണം. വില കൂടിയ സാധനമാണോ ഇത്? ഒരുപാട് വിലയുള്ളത്. ഒരു 250 രൂപ ആ റേഞ്ച് ഒക്കെ വരുന്നതാണല്ലേ? അതുപോലെ ഇപ്പൊ കാണുന്ന ഇതെന്താണ്? ഇത് അവക്കാഡോ ഉണ്ടല്ലേ? ഇപ്പൊ ഹൈ റേഞ്ചിലേക്ക് ഒരുപാട് ശരിക്കും പിന്നെ കേരളത്തിൽ എല്ലായിടത്തും തന്നെ അവക്കാഡോ നന്നായിട്ട് പിടിക്കുന്നുണ്ടല്ലേ? നന്നായിട്ട് വിൽപ്പനയുണ്ട്. ഇതാണ് കരിമുണ്ട കുരുമുളക് തൈ നമ്മുടെ ഉള്ളത്. കരിമുണ്ടയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം മറ്റ് പന്നിയൂറിനെ അപേക്ഷിച്ച് വെള്ളം കുറവ് മതി. അതുപോലെ ഇതിന്റെ മുളക് എന്ന് പറയുമ്പോൾ 2,200-ന്
1 കിലോ മുളക് നമുക്ക് ഉണങ്ങി കിട്ടും. പന്നിയൂറെന്ന് പറയുമ്പോൾ 2,700 2,600 ആ ഒരു റേഞ്ച് വേണം 1 കിലോ മുളക് ഉണങ്ങി കിട്ടും. ഇത് ആ സ്ഥാനത്ത് 2,200 നമുക്ക് 1 കിലോ മുളക് ഉണങ്ങി കിട്ടും. കരിമുണ്ട അപേക്ഷിച്ച് വെള്ളം പിന്നെ പന്നിയൂറിനെ അപേക്ഷിച്ച് വെള്ളം കുറവ് മതി അല്ലേ? ഇത് മാവിന്റെ തൈയാണോ? മാവാണല്ലേ? നമ്മളുള്ള ഒരു ഇനം മാവ് ഇതാണ്. ഇത് ഏതാ ഇനം വരുന്നേ? ഇത് കോട്ടൂർക്കോണം അല്ലേ? ഇത് നമ്മുടെ ശരിക്കും ഇത് തിരുവനന്തപുരം ആ ഭാഗത്തേ ഉള്ളു ഈ മാവ്. കോട്ടൂർക്കോണം അവിടെ ഭയങ്കര ഫേമസ് ആണ്. സ്ഥലപ്പേരാണല്ലോ അത് അല്ലേ? ഇങ്ങോട്ടങ്ങനെ അധികം ഇത് ആയിട്ടില്ല, ഇവിടെ ആയി വരുന്നതേ ഉള്ളൂ. നല്ല മധുരമുള്ള മാങ്ങയാണ്. ഒരു 3 മാങ്ങ 1 കിലോ വരും. വലിയ വലിപ്പത്തിൽ പോകുന്നതാണോ ഈ മരം? ശരിക്കും മരമാകും, പക്ഷെ ചെറുതിലെ തന്നെ കായ്ച്ചോളൂ. ഒരു 10-15 വർഷം കൊണ്ട് മരമാകും അല്ലേ? പിന്നെ ഇതിന്റെ കൂടെ സിന്ദൂർ, അൽഫോൻസ അതുപോലെ എല്ലാ വെറൈറ്റി മാവും ഉണ്ട് നമ്മുടെ കൊടുക്കുന്നുണ്ടല്ലേ? ചേട്ടാ ഇത് ഏതാ തൈ വരുന്നേ? ഇത് കൊക്കോയാണല്ലേ? ഇത് ഏത് ഇനം വരുന്നേ? ഇത് മംഗോ കൊക്കോ എന്ന് പറയുന്ന ഇത്. ഏതാ? മംഗുവ. നമ്മുടെ ഇടുക്കിയിൽ നിന്ന് തന്നെയുള്ള. ശരിക്കും നമ്മുടെ ഒരു കൊക്കോ ഗ്രാമം ശരിക്കും പറഞ്ഞാൽ ഇടുക്കിയിലെ മംഗുവ എന്ന് പറയുന്നതാണ് ശരിക്കും കൊക്കോ ഗ്രാമം. അതെ. അവിടുത്തെ കൊക്കോയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് തൊണ്ടുകെട്ടി കുറവാണ്. നല്ല വലുപ്പമാണ്, പക്ഷെ ആ വലുപ്പത്തിൻ്റെതായ രീതിയിലുള്ള തൊണ്ടുകെട്ടിയില്ല. അകത്ത് നല്ല തിക്കായിട്ട് പരിപ്പുണ്ട്. അതുപോലെ ഈ പരിപ്പ് ഉണങ്ങിക്കഴിഞ്ഞാൽ വെയിറ്റ് കൂടുതലുമുണ്ട്. നമ്മുടെ സാധാരണ മറ്റു കൊക്കോയെ അപേക്ഷിച്ച് ഉണങ്ങിക്കഴിഞ്ഞാൽ മംഗോ കൊക്കോയ്ക്ക് വെയിറ്റ് കൂടുതലുണ്ടല്ലേ? അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇതാണ് നമ്മുടെ കുറ്റിക്കുരുമുളക് ഇരിക്കുന്ന സ്ഥലം. ഇത് നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സപ്ലൈ ഉണ്ട് നമുക്ക്. അതുപോലെ വ്യക്തികൾ, ആൾക്കാർ, കൃഷിക്കാർ വന്ന് ഈ വീടിൻ്റെ ടെറസിലൊക്കെ വെക്കാനായിട്ട് വാങ്ങിച്ചുകൊണ്ട് പോകാറുണ്ട്. നമ്മളിതിൻ്റെ ഇപ്പോൾ ഇവിടെ പണി നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ തൈയുടെ വളർച്ച ഈ കവറിനകത്ത് ഇത് കഴിഞ്ഞതാണല്ലേ? ഈ കവറിനകത്ത് ഇത് കൂടുതൽ വളരുകയില്ല. അപ്പൊ ഇപ്പൊ നമ്മൾ ചെയ്തോണ്ടിരിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഇവരിവിടെ ചെയ്യുന്നുണ്ടോ, വലിയ കവറിലേക്ക് ആക്കുവാണോ? അത് കവർ മാറി വലിയ കവറിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് ആ കവറിനകത്ത് ഇനി 1 വർഷം കൂടെ അത് നിൽക്കും. അപ്പൊ അത് കുറച്ചുകൂടെ അതിന് ഗ്രോത്ത് കിട്ടും. അത് കഴിഞ്ഞ് പിന്നെ നമ്മള് വലിയ പോട്ടിനകത്തേക്ക് പിന്നെ മാറ്റി കർഷകർക്ക് വീട്ടിൽ കൊണ്ടുപോയി നട്ട് ഇപ്പോഴത്തേനും നല്ല കായായിട്ട് വരും അതിൽ. ഇതാണ് നമ്മുടെ ഇതിലുള്ള റംബൂട്ടാൻ തൈയാണല്ലേ? റംബൂട്ടാൻ ഇങ്ങോട്ടിരിക്കുന്നതാണ് റംബൂട്ടാൻ. കംപ്ലീറ്റ് റംബൂട്ടാനായിരിക്കുന്നത്. ഇത് N80 എന്ന് പറയുന്നൊരു വെറൈറ്റി. N80 റെഡാണ് ഇതിന്റെ കളർ വരുന്നത്. N80 അല്ലേ? ഇതൊക്കെ നട്ട് നല്ല രീതിയിലുള്ള പരിപാലനം കൊണ്ട് ഒരു 2 വർഷം കൊണ്ട് കായ്ക്കുമോ? 3-ാം വർഷം തന്നെ എല്ലാം തന്നെ വരുന്നത് അല്ലേ? ഇതുപോലുള്ള മെയിൻ ആയിട്ടുള്ള എല്ലാ സംഭവങ്ങളും 3-ാം വർഷം തന്നെയാണ് കായ്ക്കുന്നത് അല്ലേ? ഇത് ബഡാണ്. ഇത്രയും വലിപ്പമുള്ള തൈ നമ്മൾ കൊണ്ട് വെക്കുന്നതെങ്കിൽ ഇതിന് ശരിക്കുള്ള രീതിയിൽ നമ്മൾ പരിപാലിക്കുകയാണെങ്കിൽ 2-ാം വർഷം ഇത് പൂക്കും. പക്ഷെ ഒരുപാട് കായൊന്നും കിട്ടത്തില്ല. 3-ാം വർഷം നമുക്ക് നല്ലൊരു ആദായം ഇതിൽ നിന്ന് വരുന്നുണ്ടല്ലേ? ഫിലോസാൻ എന്ന് പറയുന്ന ഒരു ഫ്രൂട്ട് പ്ലാന്റ് ഇതല്ലേ? ഇതും ബഡാണ് വരുന്നത് അല്ലേ? ഇത് ഇച്ചിരി വിലയുള്ള ഒരു ചെടിയായിരുന്നു. അതെല്ലേ? വില കൂടുതൽ വരും അല്ലേ? ഇത് റംബൂട്ടാന്റെ ഒരു വർഗ്ഗമാണ്. ആ ഒരു വർഗ്ഗമാണ്. പക്ഷേങ്കിൽ ടേസ്റ്റ് വ്യത്യാസമുണ്ട്. പഴം ഏതാണ്ട് അതുപോലെ തന്നെ അകത്ത് വൈറ്റ് കളറിൽ ഒരു പഴുപ്പായിട്ട് ഇങ്ങനെ വരുന്നൊരു പഴമാണ്. നല്ല മധുരമുള്ള പഴമാണ്. ഇത് മാംഗോസ്റ്റിൻ ആണല്ലേ? ഫ്രൂട്ട്സുകളിൽ ഏറ്റവും രുചിയുള്ളൊരു ഏറ്റവും രുചിയുള്ള നല്ല കട്ടിയുള്ള ഇലയാണല്ലേ ഇതിന്? നല്ല കട്ടിയായിരുന്നു. ഇടതൂർന്ന് നിൽക്കുന്ന ശരിക്കും പറഞ്ഞ ഇലകൾ മുഴുവനും. ഇത് അത്യാവശ്യം ഹൈറ്റ് വെക്കണല്ലോ അല്ലേ? ഇത് മരമാകുന്ന ഇത് ശരിക്കും 5 വർഷം 6 വർഷം കൊണ്ട് ഇത് കായ്ക്കത്തുള്ളൂ. കായ്ച്ചു കഴിഞ്ഞാൽ രുചിയുള്ള. ഇത് 2 വർഷമായ തയ്യായത്. 2 വർഷം പ്രായം കൊണ്ട് ഇത്രേ വളർത്തി വരുള്ളൂ. സ്ലോ ഗ്രോത്ത് ആയി ചെടി. ഇത് നമ്മുടെ കുരുമുളക് തൈകൾ വിൽപ്പനയ്ക്ക് തയ്യാറായിക്കൊണ്ടിരിക്കുന്നതാണ്. ശരിക്കും ഇതാണ് നമ്മുടെ പ്രൊഡക്ഷൻ ഏരിയ എന്ന് പറയുന്നത്. ഇതിനകത്ത് ഇത് ശരിക്കും വിൽപ്പനയ്ക്ക് ഉള്ളൊരു വളർച്ചയായിട്ടില്ല. ആ ഒരു പരുവമായി വരുന്നതേ ഉള്ളൂ. ഇതായി കഴിയുമ്പോഴേ നമ്മൾ വിൽപ്പനയ്ക്ക് റോഡ് സൈഡിലേക്ക് മാറ്റി കൊണ്ടുവന്ന് കൊടുക്കുന്നത്. ഒരു 15 ദിവസം 30 ദിവസത്തെ വളർച്ചയും കൂടെ ഇതിന് വരാനുണ്ട്. ഇത് നമ്മുടെ കയ്യിൽ
S274 എന്ന് പറയുന്ന കാപ്പിയാണ് ഇത്. S274 എന്ന് പറയുന്നത് റോബസ്റ്റയുടെ ഹൈബ്രിഡ്. ശരിക്കും ഇത് നമ്മളിവിടെ അല്ല സെയില്, ഇത് നമ്മുടെ പ്രൊഡക്ഷൻ ഏരിയ ആണ് കാപ്പിയുടെ. നമ്മളിവിടെ തയ്യാറാക്കി വിൽപ്പനയ്ക്ക് റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത് ഇവിടെയാണ്. ഇത് നമ്മുടെ കറിവേപ്പ് അല്ലേ? കറിവേപ്പ്. ഇത് നാടൻ കറിവേപ്പാണ്. ഇത് നാടൻ വെച്ചാൽ നമ്മുടെ ഈ തമിഴ്നാട്, ആന്ധ്ര അവിടെ നിന്ന് വരുന്ന ആ ഒരു ഇനമല്ല. ഇത് നമ്മുടെ ഇവിടുത്തെ ലോക്കൽ കറിവേപ്പാണ് അല്ലേ? പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമ്മുടെ കയ്യിൽ ചോരക്കാരി തൈകൾ, അതുപോലെ ഗ്രാമ്പൂവ്, ഇങ്ങനെയുള്ള എല്ലാ തൈകളും നമ്മുടെ കയ്യിൽ വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുണ്ട്. അപ്പം നമ്മുടെ നഴ്സറിയുടെ ആ ഒരു ഭാഗം എവിടെയാണെന്നൊന്ന് പറഞ്ഞു. ഇത് ഇടുക്കി ജില്ലയിലെ കട്ടപ്പനയ്ക്കടുത്ത് ഇരട്ടയാർ വഴി വലിയ തോവാള, അത് ആ ഭാഗം അവിടെയാണ് നമ്മുടെ നഴ്സറി സ്ഥിതി ചെയ്യുന്നത്. കട്ടപ്പനയിൽ നിന്ന് 8 കിലോമീറ്റർ ദൂരം, ഇരട്ടയാർ വഴി വലിയ തോവാള.